പ്രായമായവരിൽ, അതായത് 60 വയസ്സിന് മുകളിലുള്ളവരിൽ കൂടുതലും പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസൺസ് ഡിസീസ്. തലച്ചോറിലെ നാഡീവ്യവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന ചലനവൈകല്യമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ദൈനംദിനമായി വേഗത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ അപ്രകാരം ചെയ്യാൻ സാധിക്കുന്നില്ല. 80% രോഗികളിലും കാണപ്പെടുന്ന മറ്റൊരു പ്രധാന ലക്ഷണം പേശികൾ വിശ്രമ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയലാണ്. ഗുളിക ഉരുട്ടുന്ന രൂപത്തിലുള്ള, അതായത് പിൽ റോളിംഗ് ടൈപ്പ് ഓഫ് ട്രെമർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവ കൂടാതെ ശരീരത്തിന് മുറുക്കം അഥവാ സ്റ്റിഫ്നെസ്, കുനിഞ്ഞുള്ള ശരീരത്തിന്റെ നില, അതായത് സ്റ്റൂപ്പിംഗ് പോസ്റ്റർ, എക്സ്പ്രഷൻസ് ഇല്ലാത്ത മുഖഭാവം, അസാധാരണമായ മൃദുവായ സ്വരം എന്നിവയെല്ലാം ഈ ഡിസീസിൽ ഉണ്ടാകുന്നു. ഈ രോഗം ആരംഭകാലത്ത് തന്നെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതരത്തിലുള്ള ആയുർവേദ ചികിത്സാ രീതികൾ കൊണ്ട് പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രോഗ്രഷൻ നമുക്ക് തടയാവുന്നതാണ്. മരുന്നുകളുടെ കൂടാതെ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സൈക്കോളജിക്കൽ സപ്പോർട്ട്, യോഗ, എക്സസൈസ് എന്നിവ കൊണ്ടും നമുക്ക് ഈ രോഗത്തിനെ നിയന്ത്രിക്കാം.